കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ക്രിസ്മസിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ എൻ്റെ വീട്ടിലായിരുന്നതുകൊണ്ട് എന്തുവാ നമുക്ക് അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മമ്മി എല്ലാം ചെയ്തോളുമല്ലോ. ഇവിടുത്തെ പിന്നെ മമ്മിക്ക് പിന്നെ കുറച്ച് പ്രായമുള്ളത് കൊണ്ട് എല്ലാ പണിയും ഓടി നടന്ന് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ പിന്നെ ഞാനാണ് കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പം അവർക്ക് വേണ്ടിയുള്ള ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അപ്പം കഴിഞ്ഞ തവണ ഇതുപോലെ ബീഫ് കട്ട്ലറ്റൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ തവണയും ഞാൻ ഓർത്തു ബീഫ് കട്ട്ലറ്റ് നേരത്തെ അങ്ങ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ വറക്കാമല്ലോ. ആക്ച്വലി അന്നത്തെ ദിവസത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കിപ്പം പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴാണേലും കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. നമ്മളിങ്ങനെ ഫ്രോസൺ ചെയ്ത് വെച്ചാലേ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അപ്പം ബാക്കി സ്നാക്സിനേക്കാളൊക്കെ ഒരു ടേസ്റ്റിയുള്ള സാധനമല്ലേ ബീഫ് കട്ട്ലറ്റ്. ബീഫ് കട്ട്ലറ്റ് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും കാണില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ രാവിലെ എടുത്ത് ബീഫൊക്കെ എടുത്ത് വെളി വെച്ചായിരുന്നു, ഫ്രീസറിൽ നിന്ന് എടുത്ത്. അപ്പോൾ പിന്നെ പൊട്ടറ്റോ എടുത്ത് വേവിച്ച് വെച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സവോളയും വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കറിവേപ്പിലയും ഇത്രയും ഒന്ന് വഴറ്റിയിട്ട് മസാല ഇടണം. മസാല ജസ്റ്റ് കുറച്ച് മസാല എന്തെങ്കിലും ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ ഒരുപാട് മസാല ഇട്ട് വൃത്തിയിടാക്കുന്നതിനേക്കാൾ ഇത് ചെറുതായിട്ട് എന്തെങ്കിലും മസാല ഇടുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒരു മസാലയുടെ ഒരു മണം വന്നാൽ മതി. കാരണം ബീഫിൻ്റെയും പൊട്ടറ്റോയുടെയൊക്കെ ഒരു ടേസ്റ്റ് അതിനകത്ത് എടുത്തേക്കും, ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഇവിടെ ഇപ്പം മസാല ഇതിപ്പോൾ കുഴച്ചപ്പോൾ മനസ്സിലായി കാണും, ഇവിടെ ബീഫാണ് കൂടുതൽ, പൊട്ടറ്റോ ഒക്കെ കുറവാണ് കേട്ടോ. പൊട്ടറ്റോ കുറച്ചുണ്ടെന്ന് തോന്നുന്നു, മസാല കുറവാണ്. ഇത് വേണമെങ്കിൽ ഒരു 100 നമ്മുടെ കടയിലൊക്കെ ആണെങ്കിൽ ഇതൊരു 100 ഉണ്ടായേനെ. പിന്നെ ഇവിടെ പൊട്ടറ്റോ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ അത് വെച്ച് അങ്ങ് എടുത്തു പോയി. ഈ ഷേപ്പ് ചെയ്യാനാണേലും എനിക്ക് തന്നെത്താനെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ എനിക്കിങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല എന്നൊരു തോന്നല. അങ്ങനെ പിന്നെ ഞാനിതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി വെച്ചു. ഇത് ഞാനിവിടെ റസ്കിൻ്റെ പൊടിയാണ് എടുക്കുന്നത്, ബ്രെഡ് ക്രംസ് അല്ല. അതിപ്പം റസ്ക് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് റസ്ക് വെച്ചാൽ ഇത് എടുക്കുന്നത്. ഇനി പ്രത്യേകം ബ്രെഡ് വാങ്ങിക്കേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച്. അത് കുഴപ്പമൊന്നുമില്ല, ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ബ്രെഡിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലോണം ക്രിസ്പി ആവുമല്ലോ, കുറച്ചുകൂടെ വലിയ ക്രംസ് അല്ലേ, ഇത് കുറച്ച് പൊടിയല്ലേ, ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇടുമ്പോൾ ഒരു കൈ വെച്ച് മുട്ടയ്ക്കകത്തും കൈയിടണം, ഒരു കൈ വെച്ച് മറ്റൊരു കൈ വെച്ച് വേണം പൊടിക്കകത്ത് കൈയിടാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വറക്കുന്ന കേട്ടോ നല്ലത്. അങ്ങനെ പിന്നെ ആദ്യം ഫ്രിഡ്ജ് വെച്ചത് എടുത്ത് കുറച്ചങ്ങ് വറുത്തു. ചായക്ക് എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ 2-3 ബോക്സിനകത്ത് എടുത്ത് ഫ്രോസൺ ചെയ്ത് വെച്ചു. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ഒരു 10-50 ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ അല്ലാതെ നോക്കിയില്ല, ഒരു 2-3 ബോക്സിൽ കിട്ടിയായിരുന്നു.